ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാവിൽ മുക്കി പൊരിക്കുന്ന ചിക്കൻ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടേ ആദ്യം ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പാൽ കൊണ്ടുവന്നേരം ചേട്ടൻ ഒഴിക്കുന്ന അത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. 1/4 കപ്പിന് 1/4 കപ്പേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറയാൻ മറന്നു, ഈ ഫുൾ ക്രീം മിൽക്ക് ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തിരുന്നത്. ഞാൻ ഇതിലോട്ട് എന്നിട്ട് 1 സ്പൂൺ വിനാഗിരിയോട് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവേ. ഇനി ഈ പുളിച്ച പാലിലോട്ടെ 1 സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കലക്കാം. എൻ്റെ അമ്മോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. നല്ലതായിട്ട് കലക്കി എടുക്കണം കേട്ടോ ഇത്. ഇനി കലക്കപ്പാലിലോട്ടെ നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ചിക്കനിലോട്ട് ഇതിന്റെ മണവും ഗുണവും എല്ലാം കയറി പിടിക്കും. അത് മാത്രമല്ല നല്ല ടെൻഡറും ആയി കിട്ടും ചിക്കൻ. ഇനി ഒരു ബൗളിലോട്ട് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂൺ കോൺസ്റ്റാർച്ച്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതെല്ലാം കൂടി തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുക്കണേ. ഈ കൺസിസ്റ്റൻസിലാട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു പരന്ന പാത്രത്തിലെ ഒരു 1/2 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ആ ചിക്കൻ എടുത്തിട്ട് ഈ മാവിലോട്ട് നല്ലതായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മൈദ ഉണ്ടല്ലോ, മൈദ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് ഇതിലോട്ട് കോട്ട് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ എല്ലാം നമുക്കിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. മാവിൽ മുക്കിയിട്ട് മൈദയിൽ നല്ലതായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നമുക്ക് നല്ലതായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചൂട് കൂടുതലായി കഴിഞ്ഞാലേ നമ്മുടെ ചിക്കൻ്റെ ഉള്ളു വേവത്തില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് വീക്കെൻഡിലാട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ചിക്കനിൽ മാത്രം ഞങ്ങൾ ഒതുക്കിയില്ല, ഞങ്ങളൊരു പിസ്സയും കൂടി ആക്കാമെന്ന് വിചാരിച്ചേ. വീക്കെൻഡൊക്കെയല്ലേ, നല്ലൊരു ഈവനിങ് ഈ മൂടൊക്കെ ഒന്നും കൂടി ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു വൈനും കൂടി ഓപ്പൺ ചെയ്തട്ടോ. നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ സെന്റ് അടിച്ചിരുന്നാലുണ്ടല്ലോ മോനെ, ഒരു പൂക്ക് പോകത്തേ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന പല സാഹചര്യങ്ങളും ആലോചിച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമുക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമെന്ന്. ഒരൊറ്റ മനുഷ്യരെ വരാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ ജീവിതം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ പോകുന്ന പോക്കിൽ ഒരു വെഡ്ജ് ലൈറ്റ് കൂടി നിങ്ങളെ കാണിച്ചു തന്നിട്ട് പോവാം. ഇതിനുശേഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം.